എല്ലാവർക്കും എന്റെയും രവിയേട്ടന്റെയും നമസ്കാരം. ഇന്ന് നമുക്ക് ഇതെടുത്താലോ? ഈ ഒരു കവിത ദാരിദ്ര്യലക്ഷ്മിയോട്. അതെന്താണ് അവിടെ ദാരിദ്ര്യം? കവി ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ആളാ. വളരെ ചെറുപ്പത്തിൽ സമ്പന്നമായിരുന്നു. ആ സമ്പന്ന കുടുംബം ഉപേക്ഷിച്ച് അദ്ദേഹം ഒറ്റക്ക് ജീവിക്കാനൊക്കെ തുടങ്ങിയ കാലത്ത് പത്രങ്ങളിൽ നിന്ന് പണമൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു വലിയ പ്രയാസത്തിലായിരുന്നു. അപ്പോ ദാരിദ്ര്യലക്ഷ്മിയോട് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യലക്ഷ്മി എന്നും എടുക്കാം, ദരിദ്രലക്ഷ്മി എന്നും എടുക്കാം. തന്റെ പത്നിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോ ദരിദ്രയായ ലക്ഷ്മി എന്നും എടുക്കാം, ദാരിദ്ര്യമാകുന്ന ലക്ഷ്മിയോട് രൂപകൃഷ്ണമായിട്ടും എടുക്കാം. അവിടെ രണ്ടു പേർക്കും കവി പ്രയാസത്തിലായിരുന്നു. കാരണം ലക്ഷ്മി ആണെങ്കിലും വലിയ സമ്പന്ന കുടുംബമൊന്നും അല്ല, സമ്പന്ന കുടുംബമൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ആ വളരെ ഔചിത്യമുണ്ട്. കവി ഒരുപാട് യാത്ര ചെയ്യും. തനിക്ക് കിട്ടുന്ന പണം മുഴുവൻ മറ്റുള്ളവർക്ക് വാരി കൊടുക്കും. അങ്ങനെ കൊടുത്ത് മുടിഞ്ഞ ആളാണ് അദ്ദേഹം. ഒരു കവിതയുടെ പേര് കൊടുത്തു മുടിഞ്ഞ മാവ് എന്നാണ്. അങ്ങനെ ഒരു കവിതയുണ്ട്. തനിക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനെ കവിത വരുന്നത്. അതാണ് തീവ്രമായ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, അമ്മയോട് വരാന്ന് പറഞ്ഞാലും വരൂല്ല. പക്ഷെ ആ വരാതെ ആ വിരഹ ദുഃഖം അനുഭവിക്കും. അനുഭവിച്ചിട്ട് അതിന് നല്ലൊരു സമ്പന്നമായ കവിത ഉണ്ടാവും. അങ്ങനെ പോകുമ്പോഴാണ് ഇപ്പൊ അതൊരു നല്ലൊരു കവിതയായിരുന്നു. അത് തീവ്രമായ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് കവി സഞ്ചരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പീഡികത്തിന്റെ വീടാക്കി സഹോദരി മയങ്ങവേ കൈക്കോ വളയാൽ ബംഗളാവോ തീർക്കുമേ ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരില്ല കാഴ്ച കണ്ടതാണ്. അത് തന്നെ. പണ്ടു വിദ്യാലയത്തിൽ വെച്ചാദ്യമായി കണ്ടു ഞാനൊരു നോക്കൂ അവധിയെ. പണ്ടു വിദ്യാലയത്തിൽ വെച്ചാദ്യമായി കണ്ടു ഞാനൊരു നോക്കു ഭവതിയെ. തെല്ലുമോർത്തിൽ അനുരക്ത എന്നതും വല്ലഭനായി വരിക്കുമെന്നുള്ളതും ആദ്യകാലത്തുദാസീനനായി നിന്നേ നാളിൽ നീ വന്നണഞ്ഞിടുമ്പോൾ എത്രമാത്രം അനുരക്തയായിതെന്നത്രമാത്രം വെറുത്തിതു നിന്നെ ഞാൻ. പേർത്തുമെൻ മുഖം കാണുവാൻ നിൽക്കയെന്നെത്ര വട്ടം മുഖം തിരിച്ചില്ല ഞാൻ. തെല്ലുമോർത്തിൽ അനുരക്ത എന്നതും വല്ലഭനായി വരിക്കുമെന്നുള്ളതും മത്സഹചരി വേണ്ട പരിഭവമേ ഹൃദയം സ്മിതം പൊഴിഞ്ഞതിൽ. മത്സഹചരി വേണ്ട പരിഭവമേ ഹൃദയം സ്മിതം പൊഴിയാഞ്ഞതിൽ. ഹന്ത നീയൊഴിഞ്ഞന്നു മറ്റാരുണ്ടായെന്തനു വന്നു കെട്ടിപ്പുണരുവാൻ. ശാന്തി പൊന്നുറയിട്ട പൊൻകോവിലിൽ അന്തിമച്ചെന്തളിർ വിരിമെത്തയിൽ മന്നുരാക്കുംപിഴുതൻ സുഖാസവം മോന്തി തളർന്നു കുഴയുമ്പോൾ മുറ്റും വാനിന്റെ നീലപ്പൂ പന്തലിൽ മുല്ല മൊട്ടോ കുരുത്തു തുടങ്ങുമ്പോൾ ദുർബലമായ മാമകഹൃത്തിൽ നീ അർപ്പിക്കുന്നതില്ലെത്ര നക്ഷതം. അല്ലുതൻ കടലൊച്ച രാപ്പാടി തൻ ഫുല്ലപക്ഷയുഗളമാവർത്തിക്കേ ഒട്ടിയ ജീവിതത്തിൽ കവിൾ കൂമ്പിലെത്ര നീ പൊഴിക്കും നീല ചുംബനം. താവകാനുഭവത്തിനായേകിനെ മാമക ജന്മമായോരി സ്വത്തിനെ. പൂമൃദു മെയ്യിലെന്നും പനി തളിച്ചിടുമി നേർത്ത വേർപ്പിൻ കണികകൾ. മന്ദമുദിക്കുന്നു ചിന്തകൾ സുന്ദരി നീരുൾ കുഴൽ ചീകവേ.
പാവനത്വത്തിൽ മുങ്ങുന്നു ജീവിതം. ഭാവനാമണി വീണ നീ വായിക്കേ, മാർത്തടത്തിലെന്നേക്കുമായി വല്ലഭേ, ചാർത്തിയല്ലോ നീ തപ്താശ്രുഹാരത്തെ. ഇന്നു താൻ സ്മിതരിക്തം മധുരമായി, നിന്ദയ തന്നിരുട്ടു വെളിച്ചമായി. ഭാവി വേദന തന്ത്രീവരങ്ങളും ജീവിതവുമലിഞ്ഞു പോകും വിധം. പേത്തുമാഭൂഷയില്ല മണിമാറിൽ ചേത്തുഗാഠം പുണരുകൻ ലക്ഷ്മിനി. ഭാവി വേദന തന്ത്രീരവങ്ങളും ജീവിതവുമലിഞ്ഞു പോകും വിധം. പേർത്തുമാഭൂഷയില്ല മണിമാറിൽ ചേത്തുഗാഠം ഉണരുകൻ ലക്ഷ്മിനി. ഇതാണ് കവിത. അവിടെ എന്റെ അഭിപ്രായത്തില് അവിടെ മനുഷ്യരൂപം സങ്കല്പിക്കുകയാണെങ്കിലാണ് കൂടുതൽ നന്നായിരിക്കുക. ദാരിദ്ര്യമാകുന്ന ലുക്ഷയോട് കവി പറയുന്നതിനേക്കാളും ദരിദ്രയായ ലുക്ഷയോട് പറയുന്നതായിരിക്കും കൂടുതൽ ഔചിത്യം ഈ വരികളൊക്കെ കാണുമ്പോൾ. ഏതായാലും സന്തോഷം. അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.